എടീ ആണ്ട് മോള് വന്നു. എന്തായി മോളെ പോയ കാര്യം? അപ്പൊ ഈ ജോലി പോയി അല്ലേ? നാളെ ഇന്റർവ്യൂ കൂടെ ഉണ്ട്. രണ്ടാളും നല്ല സംസാരത്തിലാണല്ലോ. എന്തേ ഇന്ന് പോയൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അതെന്തായി? അയലത്തെ വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി നിനക്ക് ജോലി ആയില്ലയോ? മനുഷ്യ നിങ്ങൾ അറിഞ്ഞോ? ഇവിടെ പഠിച്ച അനുമോളില്ലേ, അവക്ക് ജോലിയായി. ആ കൊച്ച അടുത്ത ആഴ്ച പോകും. ഇവളെ ഉള്ളു ഇങ്ങനെ. അതൊക്കെ അവക്ക് കിട്ടിക്കോളും. നീ ഒന്ന് അടങ്ങ. എല്ലാം ശരിയാവുന്നു. പറഞ്ഞിട്ടെന്താ, 2 മക്കളെ ഉള്ളു. ഇവളാണ് ഇങ്ങനെ. ഒരുത്തനാണ് എന്തുവാന്ന് പോലും അറിയില്ല, തേണ്ടി തിരിഞ്ഞ് നടക്കുക. എനിക്കൊന്നും അറിയില്ല എന്റെ ഈശ്വരാ. അമ്മ ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, എല്ലാം നന്നായിട്ട് ചെയ്യണേ. നല്ലോണം. ശരി. ഹലോ, നീ ഇതെവിടെ അടി? എവിടെ? ഞാനെന്താ സ്റ്റോപ്പിലെത്തി, നിന്നെ കണ്ടില്ലല്ലോ. ശരി. ഇവിടെ തന്നെ അല്ലയോ? ഇവിടെ തന്നെ അല്ലയെന്നാലും ഇതൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഹലോ മാഡം. വന്നിട്ടുണ്ട് മാഡം. പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഏത് ബിൽഡിംഗ് ആണെന്നറിയാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളല്ലേ ഇപ്പോൾ വിളിച്ചിരുന്നത്? അകത്ത് ഇൻ്റർവ്യൂ നടക്കുകയാണ്, അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ. ഓക്കെ ശരി ശരി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ശരി. ഇതൊരു പ്രശ്നമാണ്. നല്ല എക്സ്പീരിയൻസ് കിട്ടില്ല. പഠിത്തം കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അതൊരു പ്രശ്നമായിരിക്കും. അത് മാത്രമല്ല, തൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷനിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത്. മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു.
പിന്നെ വേറൊരു വഴിയുണ്ട്. കമ്പനിയിലേക്ക് 1,00,000 രൂപ ഡൊണേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയുടെ കാര്യം ആലോചിക്കാം. അതെന്തായാലും നന്നായിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. നേരത്തെ വിളിച്ച നമ്പറിൽ അതിലോട്ട് വിളിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും ശരിയെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചിട്ട് വിളിക്കും. ബാക്കി കാര്യം നമുക്ക് അന്നേരം ആലോചിക്കാം. അപ്പോൾ പിന്നെ ശരിയെന്നാ. ഇനി ഞാൻ എന്ത് ചെയ്യൂടെ? ഇത്ര ചെറിയ കമ്പനിയായിട്ട് പോലും അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരും മതി. അതല്ലെങ്കിൽ 1,00,000 രൂപ കൊടുക്കേണ്ടി വരും. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരുമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് പറയാനാണ്? അച്ഛൻ്റെ കരച്ചിൽ, അമ്മയുടെ കുറ്റപ്പെടുത്തലെല്ലാം ഞാൻ കേൾക്കുന്നു. നീ വിഷമിക്കാതെ, അവർക്ക് നിന്നെ മനസ്സിലാവും. അത് നിനക്ക് എൻ്റെ അവസ്ഥ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. വലമില്ലാത്ത എല്ലാം കളയണം. എന്തോ മനുഷ്യൻ കാണിക്കുന്നത്? പോത്ത് പറിക്കുന്നു. ആ മോളെ പോയിട്ടെന്തായി? എനിക്കറിയത്തില്ലമ്മ. അതല്ല നിനക്കറിയാമേത്ത, നീ അല്ലേ ഇന്റർവ്യൂവിന് പോയത്? നീ ഒന്നും മിണ്ടാതിരിക്കുക. മോള് പറ. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെ മതി അച്ഛാ. അതല്ലെങ്കിൽ നമ്മൾ 1,00,000 രൂപ കൊടുക്കേണ്ടി വരും. നിനക്ക് മാത്രമല്ലേ ഉള്ളൂ ജോലിയാകത്തെ? നിന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ജോലിയായല്ലോ. നിനക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ പഠിപ്പിച്ചു. എന്നിട്ട് ഈ വീടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? വെറുതെ തിന്നു കുടിച്ച് കിടക്കാനായിട്ട്. മോള് പോട്ട് അമ്മയുടെ സ്വഭാവം അറിയത്തില്ല. പക്ഷേ മോൾക്ക് ഒരു കാര്യം ഓർക്കണം. അച്ഛൻ്റെ ഒരാളുടെ പെൻഷനിൽ ഇവിടെ നിൽക്കുന്നത്. മോക്കൂടൊരു ജോലി ആയില്ലെങ്കിൽ പറ്റത്തില്ല. കറിയൊന്നും വേണ്ട, മോക്കറിയാമല്ലോ അത്. മോൾ ശ്രമിക്കാത്തതുകൊണ്ട് അത് പറ്റാത്തത്. മോൾ ശ്രമിച്ചാൽ പറ്റും. ശ്രമിക്കണേ. ചെല്ല്. നിനക്ക് മാത്രമല്ലേ ഉള്ളൂ ജോലിയാകത്തെ? നിന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ജോലിയായല്ലോ. നിനക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ പഠിപ്പിച്ചു. എന്നിട്ട് ഈ വീടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? വെറുതെ തിന്നു കുടിച്ച് കിടക്കാനായിട്ട്. ഇവിടെ കൂടെ പഠിച്ച അനുമോളില്ലേ, അവർക്ക് ജോലിയായി. ആ കൊച്ച അടുത്ത ആഴ്ച പോകും. ഇവളെ ഉള്ളു ഇങ്ങനെ. ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത്. മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. മോൾ ശ്രമിക്കാത്തതുകൊണ്ട് അത് പറ്റാത്തത്. മോൾ ശ്രമിച്ചാൽ പറ്റും. നമുക്ക് ജോലിയൊന്നും ആയില്ലേ? ജോലിയൊന്നും ആയില്ലേ മോളെ? ഹലോ, നീ പോയ കാര്യം എന്തായി? ഇതെങ്കിലും നടക്കുവോ? ഇല്ലടി, ഇതൊന്നും നടക്കത്തില്ലടി. എനിക്കറിയത്തില്ല ഇനി എന്തോ ചെയ്യണമെന്ന്. ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. വീട്ടിലും നാട്ടിലും ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയാടി. ആർക്കും മനസ്സിലാകത്തില്ല എൻ്റെ അവസ്ഥ. നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും, നോക്കാം. നീ വെച്ചേ, കോള് വെച്ചേ, ഞാൻ പിന്നീട് വിളിക്കാം. ശരിയെന്ന്. ആർക്കറിയാം എന്താണെന്ന്. എന്ത് പറ്റിയുണ്ട്? ആ ശരിയാന്നല്ലേ. മോളെ, ആ വീട്ടിലെന്താ ആൾക്കൂട്ടം? ഇന്നലെ അവിടുത്തെ ചേച്ചി ആത്മഹത്യ ചെയ്തു. അയ്യോ, വല്ലാത്ത കഷ്ടമായി പോയിട്ടോ. എത്ര നല്ല കുട്ടിയായിരുന്നു. ഇനി അവളുടെ അമ്മയും അച്ഛനും എന്ത് ചെയ്യൂ? എന്നാലും ഇതിന് മാത്രം എന്ത് പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നു? അറിയാം, വല്ലാത്ത കഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു. മോനെ നിക്കടാ. എടാ മോനെ, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? ഇല്ല ചേച്ചി, നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്. എത്രയെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മേനെ ആശ്രയിച്ച് ജീവിക്കുക. നോക്കാം.